MG സർവകലാശാല സെനറ്റിൽ ഗവർണറുടെ നോമിനേഷനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. നോമിനേറ്റ് ചെയ്ത 30-ൽ 19 പേരും RSS BJP അനുഭാവികളാണ്. വിവിധ മേഖലകളിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്തത് സർവകലാശാല കീഴ്വഴക്കം തെറ്റിച്ചെന്നും വിമർശനമുയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സർവകലാശാലയിലേക്ക് 30 പേരെ തെരഞ്ഞെടുത്ത് രാജ്ഭവനിൽ നിന്ന് ഉത്തരവ് ഇറങ്ങിയത്. കല, സാഹിത്യ, രാഷ്ട്രീയ രംഗത്തുള്ളവരെ പരിഗണിച്ചാണ് നാമനിർദ്ദേശമെന്ന് ഉത്തരവിൽ അറിയിച്ചെങ്കിലും തെരഞ്ഞെടുത്തവർ BJP RSS അനുകൂല നിലപാടുള്ളവരായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായിരുന്ന പ്രമീള ദേവി, BJP അഭിഭാഷക സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് N ശങ്കരരാമൻ, ABVP പ്രവർത്തക S മേഘ ഉൾപ്പെടെയുള്ളവർ ഗവർണർ നാമനിർദ്ദേശം ചെയ്തവരിലുണ്ട്. അംഗങ്ങളെ തെരഞ്ഞെടുത്തത് പതിവ് രീതികൾ കാറ്റിൽ പറത്തിയാണെന്നാണ് പ്രധാന വിമർശനം. വിദ്യാർത്ഥി പ്രതിനിധികൾ എന്ന നിലയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ആളുകൾ സർവകലാശാലയിലെ ഏത് കോളേജിലെ വിദ്യാർത്ഥികളാണ് എന്നുള്ള വിവരം പോലും ഇല്ലാത്ത ഒരു ലിസ്റ്റാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പലരുടെയും വീട്ടിലെ അഡ്രസ്സ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഏത് വിദ്യാലയത്തിലെ, ഏത് അഫിലിയേറ്റഡ് കോളേജിലെ അല്ലെങ്കിൽ ക്യാമ്പസിലെ വിദ്യാർത്ഥികളാണോ, അഫിലിയേറ്റഡ് കോളേജിലെ വിദ്യാർത്ഥികളാണോ എന്നുള്ള യാതൊരു വിവരങ്ങളും ഉൾപ്പെടുത്താതെയാണ് ഇത്തരത്തിലുള്ള ഒരു ലിസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുള്ളത്. സെനറ്റിലേക്ക് VC നൽകുന്ന പാനൽ ചാൻസലർ അംഗീകരിക്കുന്നതായിരുന്നു പതിവ് രീതി. എന്നാൽ ഇത്തവണ വൈസ് ചാൻസലർ പാനൽ നൽകുകയോ ഗവർണർ ആവശ്യപ്പെടുകയോ ചെയ്തിരുന്നില്ല. വിഷയത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് ഇടതു സംഘടനകളുടെ തീരുമാനം. വരും ദിവസങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകൾ വിഷയത്തിൽ പരസ്യ പ്രതിഷേധം സംഘടിപ്പിക്കും. ന്യൂസ് മലയാളം, കോട്ടയം.